അപ്പോൾ ഹലോ നമസ്കാരം. ഞാൻ നമ്മുടെ ഇൻസ്റ്റമാർട്ടിൽ നിന്നും കുറച്ച് മുട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. നമുക്കൊരു ഉപഭോക്താവിന് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാൻ അവകാശമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ പറയുന്നതിനോട് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് പറയുന്നുണ്ട്. അതേപോലെ ഈ നമുക്ക് എക്സ്പയറി ഡേറ്റ് ആയിട്ട് പറയുന്നത് 23/3/2026 ഈ സാധനം പാക്ക് ചെയ്തിരിക്കുന്നത് 3/3/2026 അപ്പൊ ഈ സാധനം വന്നു. ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഈ മുട്ട എന്ത് ചെയ്തു, പാക്കറ്റ് ഒന്ന് പൊളിച്ചു നോക്കിയപ്പോൾ അടിപൊളി ഒരു സാധനം കണ്ടു. ആ ഒരു സാധനം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ആവശ്യം നോക്കിക്കോണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ഒരു മുട്ട പൊട്ടിയിരിക്കുന്നത് മാത്രമല്ല, അതിനകത്ത് കണ്ട പുഴുവാണ്, കംപ്ലീറ്റ് പുഴു ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ, അതിനകത്തെല്ലാം പുഴു കിടക്കുകയാണ്, ഇതിനകത്തെല്ലാം പുഴുവുണ്ട്. അപ്പോൾ നോക്കി, അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റമാർട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, റിട്ടേൺ വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പോയിട്ട് കേസ് കൊടുക്കാം. നമ്മൾ കൺസ്യൂമർ റൈറ്റ്സിനകത്ത് നമുക്കുള്ള ഒരു അവകാശമാണ് റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറയുന്നത്. ഉപഭോക്താക്കളുടെ ജീവനും സുരക്ഷയ്ക്കും ഒന്നും ദോഷകരമായ രീതിയിലുള്ള സാധനങ്ങളൊന്നും നമുക്ക് കൊടുക്കാനോ മാർക്കറ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. അപ്പൊ നമുക്ക് കൺസ്യൂമർ റൈറ്റ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കേസ് കൊടുക്കാതെയാണ്. പിന്നെ നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് വിളിച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരാതി പറയാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ എന്തോരം ഞാൻ തൽക്കാലം എന്തെങ്കിലും റീഫണ്ടിന് വേണ്ടി റിട്ടേൺ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ റീഫണ്ടും റിട്ടേണും കാര്യങ്ങളൊക്കെ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് കൺസ്യൂമർ കോർട്ടിലും ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരാതി നമുക്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി സാധനങ്ങൾ കിട്ടുന്ന സമയത്ത്, ഇൻസ്റ്റമാർട്ടിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നല്ല സാധനങ്ങൾ തന്നെയാണ് എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പുവരുത്തുക. താങ്ക് യു.